അപ്പോൾ ഓരോ ട്രാക്കിനും ഓരോ റൂൾസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പിറ്റ് ലൈനിലായിരിക്കുന്നത്. ഇവിടെ പിറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ ഇവിടെ ശരിക്കും വെക്കുന്നത് എല്ലാം യെല്ലോ ലൈനിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. സോ നമ്മൾ ഇത് ഇറങ്ങുമ്പോൾ അതാണ് എക്സിറ്റ്, പിറ്റ് എക്സിറ്റ്. എല്ലാ ട്രാക്കിലും മേജർ ട്രാക്സിലാണെങ്കിലും ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണെങ്കിലും കരിമോട്ടർ സ്പീഡ് വേ ആണെങ്കിൽ മദ്രാസ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണെങ്കിൽ എല്ലാത്തിനും പിറ്റ് എക്സിറ്റ് ഉണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്ത് ഫസ്റ്റ് കോർണർ അപ്രോച്ച് ചെയ്യണ്ട. അതൊരു ഫോൾസ് ന്യൂട്രൽ വീണം. ഞാൻ നിങ്ങൾക്ക് ബേസിക്സ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ടൈറ്റ് യൂ ടേൺ ആണ്. ഇങ്ങനത്തെ യൂ ടേണിലൊക്കെ വെറുതെ ആൾക്കാർ വണ്ടി വലിച്ചിടില്ലേ, അങ്ങനെ വലിച്ചിടുവാണെങ്കിൽ കേട്ടോ അധികം സ്പീഡിലൊന്നും വളക്കാൻ പറ്റില്ല, മാക്സിമം ലീൻ എത്തും. നമ്മുടെ ഉദ്ദേശം നമ്മൾ റൈഡർ എന്തിനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടി അപ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് കൗണ്ടർ സ്റ്റിയറിങ് ചെയ്തിട്ട് കാരണം ഇൻസൈഡ് ഹാൻഡ് ബാർ ഞാൻ പുഷ് ചെയ്യും, ടുവേർഡ്സ് ഫ്രണ്ടിലോട്ട് ഞാൻ പുഷ് ചെയ്യും, അല്ലാണ്ട് താഴോട്ടല്ല. അങ്ങനെ പുഷ് ചെയ്യുമ്പോഴേക്കും വണ്ടി ഇൻസ്റ്റൻറ്റേനിയസ്ലിയാണ് തിരിയുന്നത്. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ ടേണിങ് റൈറ്റ് ടു ഗോ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ട ഹാൻഡ് ബാർ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ബാർ. അപ്പോൾ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് പോയി ഒരു നിമിഷത്തേക്ക് ടയർ റൈറ്റിലോട്ട് പോയിട്ട് എന്നിട്ട് ലെഫ്റ്റ്. ഒന്നും കൂടി കാണിച്ചാൽ ഇതേ കണ്ടില്ലേ, ഞാൻ അതേ ഇൻസൈഡ് ഹാൻഡ് ബാർ പുഷ് ചെയ്ത് വണ്ടി തിരിഞ്ഞ് കണ്ട എത്ര എഫക്റ്റീവ്ലി തിരിക്കാൻ പറ്റും. അത് കൂടുതൽ നേരം നിൽക്കുവാണെങ്കിൽ കൂടുതൽ ലീന ഉണ്ടാവും. അതിപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കും അത്രയും പെട്ടെന്ന് വണ്ടി തിരിയും. കണ്ട ഇത് പയ്യെ ഞാൻ ചെയ്താൽ പയ്യെ തിരിയുള്ളൂ. പക്ഷേ ഞാൻ ഒറ്റ അടിക്ക് ഇവിടെ എത്തിയിട്ട് ഒറ്റ അടിക്ക് തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞാണ്ടില്ലേ, അതാണ് കൗണ്ടർ സ്റ്റിയറിങ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ചിട്ട് ഇൻഎഫക്റ്റീവ് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ സെറ്റപ്പ് മത്താപ്പ് ഞാൻ കാണിച്ച. വണ്ടി ഭയങ്കര സ്മൂത്താണ്, ഡയറക്ഷൻ ചേഞ്ചൊക്കെ കൊള്ളാം. ആ ലൈറ്റ് വെയ്റ്റ് വീൽസിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടുന്ന. ഞാൻ എനിക്ക് പറഞ്ഞ ടിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ട അങ്ങോട്ട് നോക്കാം. ഞാൻ ട്രെയിൽ ചെയ്ത് കോണൻ്റെ അറ്റത്തോട്ട് ഞാൻ റിലീസ് ചെയ്ത് അപ്പെക്സ് ടേബിളിലേക്ക് ഫുള്ള് ബ്രേക്ക് വിട്ട് ത്രോട്ടിൽ കൊടുത്ത് പോവാം. RTR 3 കടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ തന്നെ എൻ്റെ ഫുഡ് പാക്ക് കുറയില്ല. സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിൻ്റെ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ക്വിക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ ഷിഫ്റ്റിങ്ങൊക്കെ. ക്ലച്ച് പിടിക്കണ്ട. ഓ ഫുഡ് പാക്ക് വരച്ച് ലിമിറ്റ് എത്തി. പിന്നെ ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ഒക്കെ പോസിബിൾ ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസേഴ്സ് ആ കാസ്ട്രോ പവർ അൾട്ടിമേറ്റിൻ്റെ സൂപ്പർ ബൈക്ക് ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് കേട്ടോ. ഇങ്ങനത്തെ എഞ്ചിൻ ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ കിട്ടുന്ന, ലോങ്ങർ എഞ്ചിൻ ലൈഫും കിട്ടുന്ന, എഞ്ചിൻ ലൈഫും കിട്ടുന്ന, അതുപോലെ ലോങ്ങർ ഡ്രെയിൻ ഇൻ്റർവലും കിട്ടുന്ന കേട്ടോ. നമ്മുടെ എല്ലാ റേസ് പ്രോജക്റ്റ് ബൈക്സിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്ട്രോ പവർ അൾട്ടിമേറ്റിൻ്റെ സൂപ്പർ ബൈക്ക് ഓയിൽ. അതായത് സപ്പോർട്ടേഴ്സ് ഫോർ ദ ചാനലാണ്. മാത്രമല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിൽസ് യു ക്യാൻ ബൈ ഇൻ ഇന്ത്യ. 1 ലിറ്ററിന് 1275 റുപ്പീസ് മാത്രമേ വില വരുന്നുള്ളൂ. അഫോർഡബിൾ പ്രൈസസ് വൺ ഓഫ് ദ best oils you can get. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം and let me know in the comment section down below. So that's it guys. നമുക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വണ്ടികളൊക്കെ കൊണ്ട് ട്രാക്കി കൊണ്ട് ഓടിക്കാൻ പറ്റുന്നത് കേട്ടോ. സോ താങ്ക് യു കാസ്ട്രോ, കീപ് സപ്പോർട്ടിങ്. പിന്നെ നിങ്ങൾ മോട്ടോർ സൈക്കിൾസ് ഇരിക്കേണ്ട ഒരു രീതിയും കൂടി ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിലോട്ട് ഇങ്ങനെ കയറിയിരിക്കരുത്. 1 ഫിസ്റ്റ് ഗ്യാപ്പ് എപ്പോഴും വെക്കണം. എന്നിട്ട് ഈ ഹാൻഡിൽ ബാർ ഉണ്ട്, ഹാൻഡിൽ ബാർ ഓവർ ടൈറ്റായിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ റേസിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ മോട്ടോർ സൈക്കിൾ റൈഡർ വീണ് പോയാലും മോട്ടോർ സൈക്കിൾ തന്നെയൊക്കെ പോകുന്ന കേട്ടിട്ടില്ലേ. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ഷാസിയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മോട്ടോർ സൈക്കിളിന് ട്രെയിൽ കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയേഴ്സൊക്കെ സെൽഫ് അലൈൻ ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഇൻപുട്സ് നമുക്ക് കൊടുക്കരുത്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോഡി പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ്. പിന്നെ ബോൾസ് ഓഫ് ദ ഫീറ്റ്, നമ്മുടെ ഈ ഫീറ്റിൻ്റെ ബോൾസ് ഇല്ലേ, അതായിരിക്കും ഫുഡ് പാക്കിൽ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ബൂട്ട്സും അല്ലെങ്കിൽ നമ്മുടെ ഷൂ ഒക്കെ ഉറഞ്ഞു തുടങ്ങില്ലേ, അതൊക്കെ പ്രശ്നമാണ്. സോ അതൊക്കെയാണ് ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കണ്ടില്ലേ, ഒരു ആംഗിളിൽ പിടിക്കുക, ലൈക്ക് സ്ക്രൂ ഡ്രൈവർ വേണം ലെവേഴ്സ് പിടിക്കുക. നമ്മളിങ്ങനെ പിടിക്കുക നമുക്ക് റൈറ്റ് ഹാൻഡ് കോർണർ ഇറങ്ങാൻ പറ്റില്ല, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ആസ് എ സ്ക്രൂ ഡ്രൈവർ നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ പിടിക്കുക, ഇങ്ങനെ തിരിക്കില്ലേ, സ്ക്രൂ ഡ്രൈവർ തിരിക്കുമല്ലേ, അതേപോലെ വേണം ത്രോട്ടിലൊക്കെ പിടിക്കാൻ കേട്ടോ. സോ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇതിൻ്റെ എഫക്റ്റീവ്നെസ്. ഞാൻ നേരെ ഇന്ന് വണ്ടി ഓടിക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ മിക്കവർക്കും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ വണ്ടി ഓടിക്കാൻ നേരെ എടുത്തൊരു വണ്ടി ഇങ്ങനെ ലീൻ ചെയ്യും, ഇങ്ങനെ കുറച്ച് ലീൻ ചെയ്യാം. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ എന്ത് പറ്റും, വണ്ടിയിൽ നിന്ന് വീണ് പോകും.
അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അപ്പർ ബോഡി നമ്മൾ താഴോട്ടാക്കും. അപ്പർ ബോഡി ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കോൺ ഇൻസൈഡ് ദ മോട്ടോർ സൈക്കിളിലോട്ടാക്കും. നമ്മുടെ ഈ എൽബോ ഉണ്ടല്ലേ ആ റിസ്റ്റിൻ്റെ അടിയിലോട്ടാക്കും. വെയിറ്റ് താഴോട്ടുണ്ട്, ലോവറിങ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഐഡിയ കിട്ടും. പിന്നെ ഞാനിപ്പോൾ ചെയ്ത് കണ്ടില്ലേ, ട്രെയിൽ ബ്രേക്കാണ് കാണിച്ചാൽ ബ്രേക്ക് ഞാൻ വിടുന്നില്ല. ടുവേർഡ്സ് ഒക്കെ അപ്പെക്സ് വരെയും ബ്രേക്ക് പിടിച്ച് എന്നിട്ടാണ് ഞാൻ റിലീസ് ചെയ്ത് ത്രോട്ടിൽ കൊടുക്കുന്നത്. ട്രെയിൽ ചെയ്ത് എൻ്റർ ചെയ്യുക. ഇത് കുറച്ച് ഫ്രണ്ട് സോഫ്റ്റ് സസ്പെൻഷനാണ്. ABS ഉണ്ടോണ്ടാണ് കേട്ടോ. ABS ഇൻ്റർവ്യൂ ചെയ്യണം, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണ്ടെങ്കിൽ ട്രെയിൽ ചെയ്ത് എൻ്റർ ചെയ്യുക ബ്രേക്കായിട്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയട്ടെ. സൈഡ് ലൈൻസ് എടുത്ത് പഠിക്കുക. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ അടിപൊളിയാണ്. ശരിക്കും ഇതിന് അടിപൊളി ബ്രേക്സ് ആണ് ഓൺ പേപ്പർ കൊടുത്തേക്കുക. സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390യുടെ സിമിലർ ബ്രേക്സ് ആണ്. പക്ഷേ ഈ മാസ്റ്റേഴ്സിൽ കണ്ട ഇത് കുറച്ച് സ്പോഞ്ചിയാണ്, കുറച്ചൊന്ന് ഹാർഡായിട്ട് അഗ്രസീവായിട്ട് നമ്മൾ ബ്രേക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവർ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ത്രോട്ടിലിൻ്റെ അവിടം വരെ എത്തും. നമ്മുടെ ഈ ത്രോട്ടിൽ ട്യൂബില്ലേ അവിടം വരെ ആ ലെവർ എത്തും. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കാൻ നമ്മുടെ ഈ ബാക്കി 2 ഫിംഗേഴ്സിൽ അത് അതിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയി എന്ന് പറഞ്ഞാൽ ജാം പോലെ ഇപ്പോൾ. സോ ഇത് എവറി ഡേ യൂസേജിന് കംഫർട്ടബിൾ ആക്കിയെങ്കിലും കോർണർ ചെയ്യുമ്പോഴേക്ക് ആ ഫ്രണ്ട് എൻഡ് അത്ര മാത്രം എന്താ കമ്പയർഡ് ടു ദ RTR 3 അത്ര മാത്രം കോൺഫിഡൻസ് ആണ്. ഇറ്റ്സ് ഗുഡ്. എവറി ഡേ യൂസേജാണ് നിങ്ങൾ ഈ റോഡിലൊക്കെ ഓടിക്കാൻ പോകുന്ന കോർണേഴ്സ് എടുക്കാൻ പോകുന്ന കോർണേഴ്സിലാണ് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഓൺ ദ റേസ് ട്രാക്ക് നിങ്ങൾ പോയി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സംഭവം കിട്ടും. ആ ഫ്രണ്ട് എൻഡ് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ലൈറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു അത് സോൾവ് ചെയ്യാനുള്ള വഴികളുണ്ട്. നിങ്ങൾക്കൊരു പ്രീലോഡ് സ്പേസർ ഇട്ടിട്ട് ബിഗ് പ്രീലോഡ് സ്പേസർ ആഡ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി ഒരു തിക്കർ ഓയിൽ കൊടുക്കാൻ പറ്റുന്ന. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്പ്രിങ്സ് ആണെങ്കിൽ ഒരു പ്രോഗ്രസീവ് സ്പ്രിങ്സ്, 2 സ്പ്രിങ് റേറ്റുള്ള സ്പ്രിങ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈഡ് വെറൈറ്റി ഓഡിയൻസിന് ഓടിക്കാൻ വേണ്ടിയും അതേപോലെ കംഫർട്ടബിൾ ആകാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സസ്പെൻഷൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് അത്ര നല്ല ഒരു ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടില്ല. ആ ഫീലിംഗ് ഞാൻ പറഞ്ഞു തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കോർണർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കോർണറിലോട്ട് ടേണും ചെയ്യില്ല. ആ ടേണും ചെയ്യണ പോയിൻ്റ് ഒരു ഫ്രണ്ട് എൻഡിലൊരു വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. ഫ്രണ്ട് ടയർ റോഡായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആക്കിട്ടെ ദ മോമെൻറ്റ് നമ്മൾ ത്രോട്ടിൽ അപ്പോൾ ഏർലി കൊടുക്കാനും നമുക്ക് പറ്റില്ല, ഫ്രണ്ടിൻ്റെ അപ്പോൾ പോകുമെന്ന് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ഓൺ ദ ത്രോട്ടിലായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഒരു വേറൊരു ആൾ സിമിലർ മോട്ടോർ സൈക്കിൾ വിത്ത് ബെറ്റർ സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ഈവൻ പവർ കുറവാണെങ്കിൽ അതിൽ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഞാൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ ഒരു പെർഫോമൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ട്രാക്കിൽ കൊണ്ട് ഓടിച്ച് കിട്ടിയ ഫീഡ്ബാക്കിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ ഈ ടയേഴ്സ് ആർ റിലേറ്റീവ്ലി ഗുഡ് ഫോർ ഇന്ത്യൻ റോഡ് റൈഡിങ്ങിനാണെങ്കിൽ ഈ ടയേഴ്സ് ആർ മോർ ദൻ എനഫ്. നമ്മൾ ട്രാക്കിലൊടിച്ച് എനിക്ക് അങ്ങനെ കിട്ടിയത് ഇടയ്ക്ക് വെച്ചൊന്ന് റിയർ ടയർ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഏർലി ത്രോട്ടിലാണ്, ഫുൾ വൈഡ് ഓപ്പൺ ത്രോട്ട് സഡൻലി ഒറ്റയടിക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല ഇതിന് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ റൈഡിങ് എയ്ഡ്സ് ഒന്നുമില്ല. നമ്മൾ പ്യൂർലി ഇത് കൺട്രോൾ ചെയ്യാൻ ബൈ റൈഡർ സ്കില്ലാണ്. പിന്നെ അത്രമാത്രം പവർ ഇല്ലല്ലോ, ടോപ്പ് ആൻഡ് പവറും ഇല്ല. ആ മിഡ് എൻഡ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ലോ ടു മിഡ് എൻഡ് ആയിട്ടുള്ള പഞ്ചാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ 6500 RPM 6000 RPM തൊട്ടുള്ള ഒരു പഞ്ചാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ടോപ്പ് എൻഡിലോട്ട് എത്തുമ്പോഴേക്കും എന്താ പറയുക, ഒരു പവർ ഇല്ലാത്ത വണ്ടി പോലെ ഒരു 200cc ഫീലിംഗ് ആണ് കിട്ടുന്നത്. ആ ടോപ്പ് എക്സ്പെഷ്യലി അബവ് 135 ഒക്കെ കയറുമ്പോഴേക്കാണ് ഔട്ടർ സ്റ്റീമാണ്. പിന്നെ ഭയങ്കര ടക്കിൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ സ്പീഡൊക്കെ കയറ്റിയെടുക്കാൻ. അത്രമാത്രം ടോപ്പ് ആൻഡ് ഹാപ്പി എഞ്ചിനില്ല. റെവ് ചെയ്യും കേട്ടോ, റെവ് ചെയ്യും, പക്ഷേ നോ പവറാണ്. ആ ടോപ്പ് എൻഡിലൊന്നും ഒരു പവർ ഇല്ലാത്തൊരു ഫീലിംഗ് വണ്ടി കിട്ടുന്നത്.
ആ ലോ എൻഡ് നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ടൂറാണ്, അല്ലാണ്ട് ഒരു എവറി ഡേ ഇങ്ങനെ റേസ് ബൈക്ക് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റർ അല്ല. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന്, പക്ഷേ എന്നാലും ഇറ്റ്സ് നോട്ട് എ ട്രാക്ക് മോട്ടോർ സൈക്കിൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എനിക്ക് അത്രമാത്രം ഹാപ്പി അല്ല ആസ് എ ട്രാക്ക് മോട്ടോർ സൈക്കിൾ ഇത് ഓടിക്കാം. പക്ഷേ റോഡ് റൈഡിങ് എവറി ഡേ യൂസേജിന് ഇതൊരു അടിപൊളി ഓപ്ഷനൊക്കെ ആണ്. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, നോട്ട് ദ ബെസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ, പക്ഷേ എന്നാലും ഈ സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടിക്കില്ലാത്ത ഫീച്ചർ. അപ്പോൾ ടൂറിങ്ങിൽ നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് യൂസ് ചെയ്യാം. നിങ്ങൾ ഹൈ ആൻഡ് ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ പഴയ ജനറേഷൻ 390 ക്വിക്ക് ഷിഫ്റ്റർ ഓടിച്ചിട്ടാണ് ഇത് ഓടിക്കുന്നതെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനെക്കാട്ടി മച്ച് ബെറ്ററാണ്. പക്ഷേ എന്നാൽ RTR 310 ആ ലെവൽ ഓഫ് ക്വിക്ക് ഷിഫ്റ്ററിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓടിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യണം പോലെ തോന്നുന്നു. അത് കുറച്ച് എഫേർട്ട് എടുത്തൊക്കെ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഒരു എഫേർട്ട് എടുക്കണ പോലെ തോന്നും. അത്ര ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയാം. ഇത് മേജർ ഇഷ്യൂസൊന്നും അല്ല ഈ വണ്ടിയുടെ, പക്ഷേ എന്നാലും ഇത് ചെറിയ കാര്യങ്ങളാണ്. അതർവൈസ് ഇത് ഒരു അടിപൊളി 251 മോട്ടോർ സൈക്കിൾ ഫോർ എവറിത്തിങ്. ഈവൻ ഫോർ ട്രാക്ക് ഡേയ്സ് ആണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാക്ക് ഡേയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടി ആയേനെ കേട്ടോ. ഒരു ബെറ്റർ സസ്പെൻഷൻ സെറ്റപ്പ് കൊടുത്തെങ്കിൽ ഇതിന് ആ ഡ്യൂക്ക് 390 അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കിറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഞാനൊരു DOHC സെറ്റപ്പ് ഒരു ഫ്യൂച്ചർ മോഡിങ് പൊട്ടൻഷ്യലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളിയാണ്. ഐ വുഡ് ഹവ് എന്താ പറയുക, ഈ വണ്ടി ഞാൻ ചിലപ്പോൾ എടുത്തേനെ. സോ അപ്പോൾ നമുക്ക് കുറേ കിലോമീറ്റേഴ്സ് ഓൺ ദ റേസ് ട്രാക്ക്, അതേപോലെ വന്ന ഹൈവേസ് ഓൺ സിറ്റീസ് എല്ലായിടത്തും കൊണ്ട് ഈ ഡ്യൂക്ക് 250 ഓടിച്ചിട്ടോ. അപ്പോൾ ഇനി കുറച്ച് കമ്പാരിസൺ വിത്ത് RTR 310 പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബ്രേക്സ് കുറച്ച് സ്പോഞ്ച്, കുറച്ചധികം ഹാർഡായിട്ട് പുഷ് ചെയ്യപ്പില്ല, കുറച്ച് സ്പോഞ്ച് ചെയ്യും. മാത്രമല്ല ABS ഇൻ്റർവെൻഷൻ അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് നല്ല കേപ്പബിലിറ്റിയുള്ള തന്നെ ഫ്രെയിം ആണെങ്കിൽ, ലൈറ്റ് വെയിറ്റ് വീൽസ് ആണെങ്കിൽ, ടയർ ചേഞ്ചൊക്കെ പെടയാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ടിലത്തെ ABS ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്കും എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രെയിൽ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ലേറ്റായിട്ട് ബ്രേക്കിങ് ചെയ്യുമ്പോഴേക്കും ഇത് പെട്ടെന്ന് എൻഗേജ് വിട്ടുപിടിക്കാൻ തുടങ്ങും. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തേക്ക് നിങ്ങൾ റോഡിലൊക്കെ ഓടിക്കുവാണെങ്കിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ റേസ് ട്രാക്കിലൊക്കെ പോയിട്ട് ലേറ്റായി ബ്രേക്ക് ഓടിക്കുമ്പോഴേക്കും ആ ABS ഭയങ്കര ഏർലി ആയിട്ട് വരുന്നത്. സെയിം മോട്ടോർ സൈക്കിൾ ഇപ്പോൾ RTR 310 വിത്ത് ABS ആണെങ്കിൽ അത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാഡ് തിങ് അല്ല, അത് കുറച്ചും കൂടി നമുക്ക് അഗ്രസീവായിട്ട് പിടിക്കാൻ കുറച്ചുകൂടി ലേറ്ററാക്കി കുറച്ചും കൂടി ബെറ്റർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് RTR 310. എനിക്ക് അതാണ് നോട്ട് ചെയ്തത്. മാത്രമല്ല ഈ സെറാമിക് വൈറ്റ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടില്ലേ ഒരു മാറ്റ് വൈറ്റ് കളറാണ് കൊടുത്തത്, മാറ്റ് ഫിനിഷാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ കോർണർ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ലെഗ്സൊക്കെ വെച്ച് ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് വെച്ചില്ലേ, ഇവിടെയൊക്കെ ഡാമേജ് വേണം. ഇവിടത്തേക്ക് സ്റ്റിക്കറൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ തുടങ്ങി. സോ അത് ക്വാളിറ്റി ഇഷ്യൂ അല്ലേ. അത് അത്രയും ഞാൻ എക്സാമ്പിൾ പറയും, ഞാൻ അത്രയും ഹാർഡായിട്ടാണ് ഈ ടാങ്ക് നീസ് വെച്ച് ലോക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഹാങ്ങിങ് ഓഫൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കോർണറൊക്കെ എടുക്കുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല, റൈറ്റ് സൈഡിൽ ഞാൻ കുറച്ചധികം പ്രഷർ കൊടുത്തിട്ടൊക്കെ കോർണർ ചെയ്ത് ഹാർഡ് ബ്രേക്കിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആങ്കർ പോയിൻ്റ് ആയിട്ട് എൻ്റെ നീസ് ഇവിടെ ടൈറ്റായിട്ട് വെക്കും. അപ്പോൾ എൻ്റെ നീസിലായിട്ടുണ്ട് എന്തിൻ്റെ നല്ല സൂട്ടിൻ്റെ എന്ത് പോർഷൻ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. So in my opinion, the Duke 250 is the best everyday KTM. എല്ലാ ദിവസവും ഉപയോഗിക്കാനാണ്, സിറ്റിയിലാണെങ്കിൽ ഹൈവേസിലാണെങ്കിൽ നല്ലൊരു ടൂറിങ് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. സ്പോർട്ട് ടൂറാക്കി എടുക്കാനും പറ്റുന്ന ഈ മോട്ടോർ സൈക്കിൾ വെച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക, 100 കിലോമീറ്ററിൽ ഈസിലി ഒരു സ്ട്രെയിനില്ല, എഞ്ചിന് നല്ല ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നു. ഇത് SOC സെറ്റപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടും. വെയിറ്റ് റിഡക്ഷൻ കമ്പയർ ടു ദ പ്രീവിയസ് മോഡൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആക്കിയുണ്ട്, കുറച്ച് ടോളർ ഗിയറിങ് റൺ ചെയ്യുക. അപ്പോൾ ഹൈവേസിലൊക്കെ കൂടുതൽ സ്പീഡ് അറ്റ് ലോവർ RPM റൺ ചെയ്യാൻ പറ്റും, ഗെറ്റിംഗ് മോർ ഫ്യൂൽ എക്കോണമി. പിന്നെ SOSC സെറ്റപ്പ്, സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ച് മോശമാണ്, പക്ഷേ എവറി ഡേ യൂസേജിലാണ് മോർ ദൻ എവർ. നമ്മൾ ട്രാക്കിൽ ഓടിച്ച് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമായിട്ടുള്ള റോ പഞ്ചിങ് ഇല്ല. ഞാൻ ബിഗർ CC മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് 250 ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി റോനെസ് എന്നാൽ 31 ഹോഴ്സ് പവർ ഉണ്ട്, ഇത്രയും 25 ന്യൂട്ടൺ ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൈ കൊടുക്കുമ്പോൾ ആ റോനെസ് ഭയങ്കര സ്മൂത്തായിട്ട് ആ പവർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും BS3 ഡ്യൂക്ക് 390 ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റോനെസ് ആണെന്ന് പറയും. പക്ഷേ എവറി ഡേ യൂസ് ചെയ്ത് നമ്മൾ ത്രോട്ടിൽ ഓൺ ഓഫ് ഓൺ ആക്കി റിലീസൊക്കെ ചെയ്യുന്ന ആ ജെർക്കിനെസ്, ആ ഹാർഷ്നെസ് അതൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എവറി ഡേ യൂസേജ് ആണ് നിങ്ങൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത് കുറച്ചൊരു പ്രശ്നമാണ് ഫീൽ ചെയ്യുക. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി കംപ്ലീറ്റ്ലി ലീനിയറാക്കി. അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഹൈവേ സിറ്റീസിലൂടെയൊക്കെ ഇടയ്ക്ക് കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പോകുന്നു, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള നേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് ഇഷ്ടപ്പെടും. തിരിച്ച് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നപ്പോഴാണെങ്കിൽ ഹൈവേസിലൂടെ ഓടിക്കുക കുറേ കിലോമീറ്റർ ഓടിച്ചപ്പോഴാണെങ്കിൽ ഭയങ്കര എഫേർട്ട്ലെസ്, ഭയങ്കര എനിക്ക് എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല ഗുഡ് ഹാൻഡലറും കൂടി, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്സ് ഇൻ സെഗ്മെൻറ്റാണ് കൊടുത്തത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലത്തെ ABS സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലത്തെ ABSൻ്റെ സെൻസർ നിങ്ങളൊന്ന് തിരിച്ച് കണക്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്ത് തിരിച്ചോട്ട് പ്ലഗ് ഇൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ABS ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർഡറായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പുതിയൊരു ടൈപ്പ് മാസ് സിലിണ്ടർ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓൺ ദ സ്പോഞ്ചി സൈഡാണ്.
എന്താണെന്ന് പറയുക മിക്ക KTM എല്ലാ പണ്ട് മുതലേ KTMൻ്റെ മാസ്റ്റർ സിലിണ്ടറിന് എനിക്ക് ഫീൽ ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബൈറ്റില്ല. ഞാൻ എപ്പോഴും റേഡിയൽ മാസ്റ്റർ സിലിണ്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം മേ ബി ബിഗർ ബൈക്സ് ഓടിച്ച് കുറച്ചും കൂടി നല്ല ലെവർ ഫീലുള്ള മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കണ്ടത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഓൾറെഡി എൻ്റെ ഫിംഗറിൻ്റെ അടുത്തോട്ട് എത്തി കണ്ടില്ലേ, അത് സ്പോഞ്ചിനെസ് അങ്ങനെ വരുവാണെങ്കിൽ ഹാഷായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്ലൗസിൻ്റെ ഇടയിൽ നമ്മുടെ ഫിംഗർ വന്ന് നിന്നിട്ട് എന്താ പറയുക ഒരു കോൺഫിഡൻസ് എവറി ലാപ്പ് ഓടിക്കുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് കുറഞ്ഞു വരിക. എന്നെ ശരിക്കും നെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലിയറൻസ്. ഞാൻ എപ്പോഴും വിചാരിച്ച RTR 310 കുറച്ചൊരു ബെറ്റർ കോർണർ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആസ് എഫ് സ്റ്റോക്ക് മോട്ടോർ സൈക്കിൾ R15 V3 അല്ലാണ്ട് ബാക്കി എല്ലാ മോട്ടോർ സൈക്കിൾ ഞാൻ മോഡ് ചെയ്തിട്ടാണ് കൊണ്ട് ട്രാക്കിൽ ഓടിക്കുന്നത്. അപ്പോൾ ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ ഫുഡ് പാക്ക് ഒന്ന് എവിടെയും സ്ക്രേപ്പ് ചെയ്ത് കിട്ടും. അത് ഭയങ്കര എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ്. ഫുഡ് പാക്ക് സ്ക്രേപ്പ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വണ്ടിയുടെ ലിമിറ്റ് പെട്ടെന്ന് കോർണറിങ് ലിമിറ്റ് പിന്നെ നമുക്ക് കിടത്താൻ പറ്റില്ല. അപ്പോൾ അത് കുറഞ്ഞ് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വരും. അതൊന്നും ഇതിൽ പ്രശ്നമില്ല. RTR 310 അതും മാത്രമേ എനിക്കൊരു പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ ആ സ്പേസ് അത് റിമൂവ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആണെന്ന് പറയും. പക്ഷേ അതാണ് ഭയങ്കര പെട്ടെന്നാണ് സ്ക്രേപ്പ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടി ഒരു പൊടിക്ക് കംഫർട്ടബിൾ RTR 310 ആയിരിക്കും, പക്ഷേ അത് ഭയങ്കരമായിട്ട് കോർണറിങ് ക്ലിയറൻസ് സാക്രിഫൈസ് ചെയ്യും. പക്ഷേ ഇതിൽ യാതൊരു പ്രശ്നം കുറച്ച് വന്ന സ്പോട്ടി സൈഡായിട്ട് ഇരിക്കുന്ന പക്ഷേ ഗുഡ് ഫീലിംഗ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഹാൻഡ്ലിംഗ് വൈസ് നോക്കുവാണെന്ന് പറഞ്ഞാൽ ബെറ്റർ സസ്പെൻഷൻ RTR 310 കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ശരിക്കും ഇതിനൊരു വേണമെങ്കിൽ ഒരു 7 out of 10 കൊടുക്കാം. ഇൻ ടേംസ് ഓഫ് സസ്പെൻഷൻ എവറിഡേ യൂസ് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 7 out of 10. പക്ഷേ RTR 310 I have to give it 10 out of 10. ആ സെഗ്മെൻറ്റ് ഇത് ബെസ്റ്റ് സസ്പെൻഷൻ കൊടുത്തിരിക്കണം RTR 310 ആണ്. അത്രമാത്രം കോൺഫിഡൻസ് പറയും. കുറച്ചും കൂടി കൂടുതൽ സ്പീഡിലൊക്കെ എനിക്ക് എൻ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്രയും പുഷ് ചെയ്യുന്നൊരു നമ്മളെ കൊണ്ട് തന്നെ പുഷ് ചെയ്യിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ RTR 310 കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിന് ലൈറ്റർ വെയിറ്റ് വീൽസ് ആണ്, ഇതിന് ഷോർട്ടർ വീൽ ബേസ് ഉണ്ട്. ഇതാണ് ടെക്നിക്കലി ഷുഡ് ഫാസ്റ്റർ ടേണിങ് ചെയ്യേണ്ടത്. പക്ഷേ RTR 310 ഹാസ് ഹെവിയർ വീൽ മറ്റേ അൺസ്പ്രങ് വെയിറ്റ് കൂടിയ വീൽസ്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഡയറക്ഷൻ ചെയ്യാൻ പാടാണ്. പക്ഷേ അതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രോപ്പർലി സെറ്റപ്പാണ്. മാത്രമല്ല ഫുള്ളി അഡ്ജസ്റ്റ്മെൻറ്റ് കിറ്റും കൂടി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് ഡേയ്സ് പോയിട്ട് കാഷ്വലി പോയി ട്രാക്ക് ഡേയ്സ് ഈവൻ ഐ തിങ്ക് യു ക്യാൻ റേസ് ഓൺ ദാറ്റ് മോട്ടോർ. കാരണം പ്രോപ്പർ കാറ്റഗറി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വരും ഇൻ ഫ്യൂച്ചർ TVS ഒരു RTR കപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മാത്രം അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ RTR 200 റേസൊക്കെ ഞാൻ ഓടിച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ നേക്കഡ് മോട്ടോർ സൈക്കിൾ പുഷിങ് ടു ദ ലിമിറ്റ്സ്. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ അവിടെ ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ ഇട്ട് അത്രമാത്രം എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന നേക്കഡ് മോട്ടോർ സൈക്കിൾസ് പ്യുവർ ഫണ്ണാണ്. ആ ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് ഒക്കെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ച് ഗെയിൻ ചെയ്യുന്നതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഫീലിങ്സ് ആണ്. അത് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. അത് RTR 310 നമുക്ക് നന്നായി തരുന്നൊരു ഫീലിംഗ്. നല്ല അത്രയും ഫ്രണ്ടിൽ നഷ്ടപ്പെടുന്നതല്ല, അത്രയും കോൺഫിഡൻസ് തരും. ഇറ്റ്സ് ദ മോട്ടോർ സൈക്കിൾ നമ്മുടെ ഒപ്പം ഉള്ളൊരു ഫീലിംഗാണ് തരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറവെന്നല്ല, ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി എന്താ ഡിസൈൻ ഫോർ റോഡ് റൈഡിങ്ങിന് കൊടുത്തത്. ഇതൊരു ട്രാക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് ഇതൊരു ഗുഡ് സ്പോർട്ട് ടൂറാക്കി ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായി? ഞാൻ അധികം കൺഫ്യൂഷൻ ആക്കില്ല. ഫോർ സ്പോർട്ട് ടൂറിങ് എവറി ഡേ യൂസ് ആണെങ്കിൽ ഡ്യൂക്ക് 250. കുറച്ച് അക്രമം സ്പോർട്ടി കോണ കാവിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ട്വിസ്റ്റീസ് മൂന്നാർ ബന്ദിപ്പൂർ ബസ്സിൻ്റെ കൂടിയൊക്കെ പോയി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അതിരപ്പള്ളിയൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ RTR 310 വുഡ് ബി ദ ബെറ്റർ ഓപ്ഷൻ. RTR 310 പറയുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ മെച്ചുവേർഡ് മോട്ടോർ സൈക്കിൾ, പക്ഷേ എ ലോട്ട് ഓഫ് ഫൺ. അതാണ് എനിക്ക് പറയാനുള്ള. മെച്ചുവേർഡായി പക്ഷേ സ്റ്റിൽ പാക്കിങ് എ ലോട്ട് ഓഫ് പഞ്ച്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഇത് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ കുറച്ച് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംഗിൾ സിലിണ്ടർ ആ എഞ്ചിൻ പണ്ടോട്ടെ സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്യൂസ് TVS കുറേ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എന്നാലും അതിന് വൈബ്രേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഡൗൺ സൈഡ് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതർ ദാൻ ദാറ്റ് അതൊരു ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. ബോത്ത് ദീസ് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഞാൻ ഇത്രയും മാത്രം ഓപ്ഷൻ വന്നുകൊണ്ട് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിനെ തീരുമാനം എടുക്കുക. സോ ഇങ്ങനത്തെ കൂടുതൽ ടെക്നിക്കൽ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ദ ചാനൽ ഗൈസ്. സപ്പോർട്ട് ചെയ്യാൻ കാശൊന്നും തന്നെ, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത്ര മാത്രമൊക്കെ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ സ്പോൺസേഴ്സ് ടു ദ ചാനൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ, കൂടുതൽ ടെക്നിക്കലായിട്ട് ഡാറ്റ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഇപ്പോൾ എനിക്കിത് പോയി എൻ്റെ ഡേ ഓഫ് വർക്കിൽ പോയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ശരിക്കും എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ പണ്ടും ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് പേരേ കാണുള്ളൂ. ടെക്നിക്കൽ വീഡിയോസ് ട്രാക്കിൽ ഓടിക്കുന്ന വീഡിയോസ് കുറച്ച് പേരേ കാണുള്ളൂ. ഇതിൻ്റെ ഹാൻഡ്ലിങ് എന്താണ്, ഇതിൻ്റെ ബ്രേക്കിംഗ് എന്താണ്, നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ കമ്പയർ ടു അനദർ മോട്ടോർ സൈക്കിളൊന്നും മിക്ക ബ്രാൻഡ്സ് അലൗ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടാണ്. ഓരോ മാനുഫാക്ചേഴ്സ് കാസ്ട്രോൾ, ആക്സോർ അവരൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഓണായിട്ട് മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ്.